സമരം തുടരുന്ന ജീവനക്കാർക്കെതിരെ കടുത്ത നടപടിയുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. കൂട്ടവധിയെടുത്ത 25 പേരെ പിരിച്ചുവിട്ടു. ഇന്ന് വൈകിട്ടോടെ ജോലിയിൽ പ്രവേശിക്കണമെന്നും ക്യാബിൻ ക്രൂ അംഗങ്ങൾക്ക് അന്ത്യശാസനം നൽകി. ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, കടുത്ത നടപടിയിലേക്ക് എയർ ഇന്ത്യ കടക്കുന്നു. എങ്ങനെയാണ് ഇനിയുള്ള ചർച്ചകളും വിഷയത്തിലുള്ള പരിഹാരവും? ഇപ്പോൾ ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാമെന്നുള്ള ഒരു ഉദ്ദേശം അല്ലെങ്കിൽ അത് പാളിയിരിക്കുകയാണ്. മാത്രമല്ല, ഇതിനകത്ത് 25 പേരെയാണ് ഇപ്പോൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. കടുത്ത നടപടിയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കടക്കുന്നു എന്നുള്ള സൂചന തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം തന്നെ ഇന്ന് CEO ഉച്ചയ്ക്ക് 2 മണിക്ക് ഗുഡ്ഗാവിൽ വെച്ച് ഓഫീസിൽ ഈ നേതാക്കന്മാരുമായി ചർച്ച വിളിച്ചിരിക്കുമ്പോൾ തന്നെയാണ് കൂടുതൽ ക്രൂ മെമ്പർമാർക്കെതിരെ ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നതും നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ നോട്ടീസിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇന്ന് വൈകിട്ട് 4 മണിക്ക് മുമ്പ് കൃത്യമായി ഡ്യൂട്ടിക്ക് കയറണം എന്ന് തന്നെയാണ്. ഇനി അഥവാ ഡ്യൂട്ടിക്ക് കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവില്ല, കമ്പനിയുടെ തൊഴിലാളികളാണ് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് അവകാശപ്പെടാൻ കഴിയില്ല. നിങ്ങൾക്ക് കമ്പനിയുമായിട്ടുള്ള എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും, അതായത് ഒഫീഷ്യൽ ഇമെയിൽ അടക്കം നിങ്ങളുടേത് ബ്ലോക്ക് ആകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കർശനമായ താക്കീതോടുകൂടിയാണ് ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു അന്ത്യശാസനം എന്ന രീതിയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം തന്നെ തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടിക്കുന്നത് ഇത് മാസങ്ങളായി ചൂണ്ടിക്കാട്ടുന്ന പ്രശ്നങ്ങളാണ്. പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ലേബർ കമ്മീഷൻ, ഗുഡ്ഗാവിൽ തന്നെയുള്ള ലേബർ കമ്മീഷൻ ഇവർക്ക് നോട്ടീസ് നൽകിയിട്ടുള്ളതാണ്. ഈ പ്രശ്നത്തിൽ അതായത് തൊഴിലാളികൾ പറയുന്നത് തൊഴിലാളികളെ 2 തരത്തിലാണ് ഇവിടെ പരിഗണിക്കുന്നത്. നേരത്തെയുള്ള എയർ ഇന്ത്യ ജീവനക്കാരെ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം വേണ്ടത്ര പരിഗണന നൽകുന്നില്ല. മാത്രമല്ല, ഈ ലയന സമയത്ത് ഏറ്റെടുക്കുന്ന സമയത്ത് തൊഴിലാളികൾക്ക് നിരവധി ഉറപ്പുകളാണ് നൽകിയിരുന്നത്. അവരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുള്ള തുടങ്ങിയ കാര്യങ്ങളിൽ അതിലെല്ലാം തുടർച്ചയായിട്ട് വീഴ്ച വരുത്തുന്നത് കൊണ്ടാണ് കടുത്ത നടപടിയിലേക്ക് തങ്ങൾ നീങ്ങിയിരിക്കുന്നത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. അതുകൊണ്ട് തൊഴിലാളികൾ ഇപ്പോഴും അവരുടെ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അന്ത്യശാസനം കിട്ടിയെങ്കിൽ പോലും ഒരു തൊഴിലാളി പോലും, ഒരു ക്രൂ മെമ്പർമാർ പോലും ഇതുവരെ ഈ നിമിഷം വരെ അവർ ജോലിയിലേക്ക് കയറാം എന്നുള്ളൊരു കാര്യം അറിയിച്ചിട്ടില്ല. മാത്രമല്ല, ഇന്നലെ ചെയ്ത ഒരു കാര്യം, അവർ സമരം ചെയ്തതിൻ്റെ സിക്ക് ലീവ് എടുത്തിട്ടാണ് അവർ ജോലിയിൽ നിന്ന് വിട്ടു നിന്നിരിക്കുന്നത്. അവർക്ക് പകരം കയറേണ്ടിരുന്ന ആൾക്കാരെ ബന്ധപ്പെടുമ്പോൾ ആ ജോലിക്കാരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടാണ് തന്നെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു കമ്പനിയുടെ പ്രതിച്ഛായ ഇടിച്ചു താഴ്ത്താൻ വേണ്ടി ജനങ്ങൾക്കുള്ള വലിയ തരത്തിലുള്ള ഒരു പ്രതിച്ഛായ നഷ്ടമാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഈ കമ്പനിക്ക് സംഭവിച്ചിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ കർശനമായ വ്യവസ്ഥകളോടുകൂടിയ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഇത് കമ്പനിയുടെ എയർ ഇന്ത്യ റൂൾ ഉൾപ്പെടെയുള്ളവ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 3.5-ഉം 3.5Gയും ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് നൽകിയിരിക്കുന്നത്. അതായത് പലർക്കും കൃത്യമായി ഈ അവധി എടുത്തതിന് ശേഷം നാട്ടിലേക്ക് മടങ്ങിയിട്ട് തിരിച്ച് ഗൾഫ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടതായിരുന്നു. ചിലർ ആദ്യമായി ജോലിക്ക് കയറേണ്ടതായിരുന്നു. പലർക്കും ഇതിനകം തന്നെ തൊഴിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ യാത്രക്കാരായിട്ടുള്ള നിരവധി പേർ അവിടെ ചെക്ക് ഇൻ ചെയ്ത് വിമാനത്താവളത്തിനുള്ളിൽ പ്രവേശിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒറ്റയടിക്കൊരു മിന്നൽ സമരം എന്ന രീതിയിൽ തന്നെ ഈ മേഖലയിൽ നടത്തുന്നത്. ഇത് കമ്പനിയുടെ പ്രതിച്ഛായ നഷ്ടം മാത്രമല്ല, കമ്പനിക്ക് വളരെയധികം ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യത കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കൂടി ഉത്തരവാദിത്തം ഈ കമ്പനിയുടെ ജീവനക്കാരുടെ തലയിലേക്ക് തന്നെ ചർച്ചയിലൂടെ ഒരു പരിഹാരമാകുമോ എന്നുള്ളതാണ് നോക്കുന്നത്. നന്ദി ധനസുമോദ്.